കാര്യം വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ടാണ്. 2 ദിവസമായി കണ്ടിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തിരക്കൊണ്ടല്ല, ചെറിയ മനസ്സിനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, നടികർ എന്നുള്ള സിനിമയെക്കുറിച്ച് ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അതായത് അങ്ങ് ധ്യാൻ തുടക്കം കാണിക്കുന്ന പ്രേം നസീറിൻ്റെ കുറച്ചൊരു ഇൻ്റർവ്യൂ പോർഷൻ ഉണ്ട്. ആ ഇൻ്റർവ്യൂ പോർഷനിലാണ് പടം തുടങ്ങുന്നത്. ആ ഇൻ്റർവ്യൂ പോർഷൻ തൊട്ട് തീരണ ലാസ്റ്റ് സെഗ്മെന്റിൽ വരുന്ന കാസ്റ്റ് ഇന്ദ്രൻ ചേട്ടൻ വരെ അങ്ങനെ വലിയൊരു കാസ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 10 മിനിറ്റ് ഒറ്റ ദിവസം ഷൂട്ടിനുള്ളൂ. എല്ലാവർക്കും ഒരു 10 മിനിറ്റ് ഷൂട്ട്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇല്ല, മാക്സിമം അത്രേ ഉള്ളൂ എല്ലാവർക്കും ഉള്ള. ഔട്ട് ആൻഡ് ഔട്ട് ടോവിനോ, സുരേഷ് കൃഷ്ണ, പിന്നെ നമ്മുടെ ബാലു വർഗീസ്, ഇവർ 3 പേരുമാണ് ഈ പടത്തിൻ്റെ. പിന്നെ ഉള്ള ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗബിക. ഇത്രയും പേർക്കാണ് ഈ പടത്തിൻ്റെ കഥ കൊണ്ടുപോകുന്നത്. ഇത്രയും പേരാണ് ഈ പടത്തിൻ്റെ മെയിൻ എലമെൻറ്റ്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു ടോവിനോ ഷോയാണ് പടം. കളർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി കളർഫുൾ. അത് ലാൽ ജൂനിയറിന് പ്രത്യേകം ഉണ്ട്. പടം ഫുൾ കളർഫുൾ ആയിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. മാരക കളർ സെൻസും മാരക കോസ്റ്റ്യൂം സെൻസും മാരക സ്ക്രീൻ സെൻസും ആയിരിക്കും പടത്തിന് ഫുൾ ഉണ്ടാവുക. അത് അങ്ങ് ഹണീബി ആദ്യം മുതലുള്ള പടങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം. ഹാം ഡോണി എന്നുള്ള പടമൊക്കെ വളരെ സിമ്പിൾ ത്രെഡാണെങ്കിലും ആ പടം ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര ഗ്രേഡിയൻ്റാണ് സ്ക്രീനൊക്കെ, ഭയങ്കര ആംബിയൻസ് കൂടുതലായിരിക്കും സ്ക്രീനിലൊക്കെ. അപ്പോൾ ആ പടത്തിനുള്ള പ്രത്യേകത ആണ്, കളർഫുൾ പടമാണ്, നമുക്ക് ലാഗോ ബോറടിയോ ഒന്നുമില്ല. പിന്നെ ഒരു സിനിമാ നടൻ്റെ കഥയാണ്, ആ സിനിമയ്ക്കുള്ള സിനിമ കഥ പറയുന്ന കഥയാണ്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പതനത്തിൽ നിന്ന് ആ സൂപ്പർ സ്റ്റാർ തിരിച്ച് കര കയറി വരുന്ന കഥയാണ്. ഭയങ്കര ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ഒക്കെയാണ് പോയത്. മീൻസ് അന്ന് തന്നെ തിയേറ്ററൊന്നും ഫുള്ളായിരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാം, പറഞ്ഞു കഴിയുമ്പോൾ ഇത്രയും ഈ റിവ്യൂ ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോടതി പറഞ്ഞാൽ ശരി 2 ദിവസം റിവ്യൂ ആവും. റിവ്യൂ ഒക്കെ വന്നു കഴിയുമ്പോൾ പടം ഇത്രയും 30 കോടി 40 കോടിയൊക്കെ മുടക്കി പിടിച്ച പടമാണ്. പടത്തിൻ്റെ അവസ്ഥ നോക്കി അറിയില്ല എന്താവും എന്നുള്ള പടമൊക്കെ. ഒരു ഇൻഡസ്ട്രി ഡിസാസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പടത്തിൻ്റെ കളക്ഷനിലേക്ക് വരുവാണെങ്കിൽ. ഇനി അതെല്ലാം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞാണ്. പടം ഒരു 1 ടൈം വാച്ചബിളാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ OTT വരുമ്പോൾ കണ്ടാലും മതി. എന്തായാലും വാച്ചബിളാണ് പടം. ബോറടിയോ ലാഗിങ്ങോ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും, കണ്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം കളർഫുൾ ക്യാരക്ടേഴ്സാണ്, ഹ്യൂമറുള്ള ക്യാരക്ടേഴ്സാണ്. നമ്മുടെ സലീമേൻ്റെ മോൻ്റെ ക്യാരക്ടറല്ലേ, അതൊക്കെ സിമ്പിൾ ചെറിയ ക്യാരക്ടറാണ്. ബാലു നമ്മുടെ ഗണപതിക്ക് ഒരു ചെറിയ ഒറ്റ ഷോട്ടുള്ളൂ. അത് ഭയങ്കര കളർഫുൾ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ. അതൊക്കെ രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് പടത്തിനെല്ലാം. ഇന്ന് ഒരു ഈ പറഞ്ഞ പോലെ സിനിമാ നടൻ്റെ അയാളുടെ ഒരു റിച്ച്നെസ്സും അയാളുടെ എല്ലാം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രാവൽ ചെയ്യുന്നു, കുറേ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറായിട്ടൊന്നും പറയാനില്ല. പടം എന്തൊക്കെയോ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുത്ത് അത്ര എക്സ്പെക്റ്റേഷൻ ഒന്നും മീറ്റ് ചെയ്യാത്തൊരു പടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് ഒന്ന് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്തേരെ.